ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ SI മെയിൻസിനുള്ള സൈക്കോളജി പോർഷൻസ് ആണ് നോക്കുന്നത് ത്രൂ MCQ. നമ്മൾ MCQസിൽ കൂടി ഒരു ഏറ്റവും കോർ ആയിട്ടുള്ളൊരു 35 ടോപ്പിക്സോളം ഇന്ന് കവർ ചെയ്യും. നിങ്ങൾക്ക് 5 മോഡ്യൂളുകളായിട്ടാണ് SI മെയിൻസിൽ സൈക്കോളജിയുടെ സിലബസ് ഉള്ളത്. 10 മാർക്കാണുള്ളത്. സോ നമുക്ക് ഇന്നൊരു 35+ മെയിനായിട്ടുള്ള കോറായിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. നിങ്ങൾക്കൊരു MCQ പ്രാക്ടീസും ആകും, കൂട്ടത്തിൽ റിവിഷനും ആകും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബന്ദൂരാസ് ഫേമസ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റഡ്. എന്താണ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റിൽ ബന്ദൂര ഡെമോൺസ്ട്രേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ആൻസർ ഇമിറ്റേഷൻ ആൻഡ് മോഡലിംഗ് ആണ്. എന്താണ് ബോബോ ഡോൾ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡോള് കണ്ടോ, ഇതാണ് ബോബോ ഡോള്. ഇതിൽ കുട്ടികളെ ആദ്യം അഡൽട്ട്സ് ഈ ബോബോ ഡോളിനോട് വയലൻസ് കാണിക്കുന്നത് ഈ കുട്ടികൾ കണ്ടു. അതിനുശേഷം ഈ ബോബോ ഡോൾ ഈ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ കുട്ടികളും അതേ ബിഹേവിയർ തന്നെ കാണിച്ചു. അതിലെന്താ സംഭവിക്കുന്നത്? കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഇമിറ്റേഷനാണ് ചെയ്യുന്നത്. ഇമിറ്റേഷൻ ബേസ്ഡ് ആയിട്ട് അവരുടെ ബിഹേവിയർ മോഡലാവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഇമിറ്റേഷൻ ആൻഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. സോ ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് വഴി ബന്ദൂരയുടെ ഫുൾ പേര് ആൽബർട്ട് ബന്ദൂര എന്നാണ്. പുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഇമിറ്റേഷൻ ആൻഡ് മോഡലിംഗ് ആണ്. അതായത് അഡൾട്ട്സിൻ്റെ അഗ്രസീവ് ബിഹേവിയർ കണ്ടിട്ട് കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്തു. ഇതിൽ നിന്നാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലേണിംഗ് തിയറിയൊക്കെ ഡെവലപ്പായത്. അതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റഡി സ്റ്റേജിലുണ്ടായിരുന്നതാണ് ഈ ബോബോ ഡോൾ തിയറി. Stress that has a positive impact and motivates performance is called eustress, distress, chronic stress, acute stress. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ട്രെസ്സ് 2 രീതിയിലാവാം. ഒന്ന് നല്ല സ്ട്രെസ് ആവാം, 2 മോശം സ്ട്രെസ് ആവാം. കൂടുതലും മോശം രീതിയിലാണ് നമ്മൾ സ്ട്രെസ്സിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നല്ല സ്ട്രെസ് എന്ന് പറയുമ്പോൾ, ഇപ്പം എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ കുറച്ച് സ്ട്രെസ്സിലായിരിക്കും, പക്ഷേ എന്താണ്, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്. ആ ഒരു മാസം പഠിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ട്രെസ്സിനെയാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. യൂസ്ട്രെസ് ഇസ് beneficial stress that motivates individuals to perform better, such as preparing for exams or competitions. It boosts energy and focus without causing any harm. പൊതുവേ സ്ട്രെസ് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ യൂസ്ട്രെസ് എന്താണ്, ആൾക്കാരെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻ കോൺട്രാസ്റ്റ്, ഡിസ്ട്രെസ് നെഗറ്റീവ്ലി അഫക്ട്സ് ഹെൽത്ത് ആൻഡ് പെർഫോമൻസ്. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ തന്നെ ഒരു നെഗറ്റീവ് ഇമോഷനാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ഡിസ്ട്രെസ്. ക്രോണിക് സ്ട്രെസ്സ്, അക്യൂട്ട് സ്ട്രെസ് എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് സൈക്കോളജിസ്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്? മെയിനായിട്ട് 2 ടൈപ്പിലുള്ള കണ്ടീഷനിങ് ആണ് നമ്മൾ സൈക്കോളജിയിൽ ഏറ്റവും ബേസിക്കായിട്ട് നോക്കുന്നത്. ഒന്ന് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്, ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആരുടെയാണ്? ഫ്രോയിഡിൻ്റെ ആണോ, BF സ്കിന്നറിൻ്റെ ആണോ, പാവ്ലോവിൻ്റെ ആണോ, മാസ്ലോയുടെ ആണോ? ഓപ്ഷൻ ബി ആണ്, സ്കിന്നറിൻ്റെ ആണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി. സിമ്പിൾ തിയറിയാണ്. സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എംഫസൈസസ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് ആസ് കീ ഡ്രൈവേഴ്സ് ഓഫ് ലേണിംഗ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രെങ്തൻസ് ബിഹേവിയർ വൈൽ പണിഷ്മെൻറ്റ് റെഡ്യൂസസ് ഇറ്റ്. ഇവിടെ ഒരു എലിയുടെ 2 ബട്ടൺ ഉണ്ട് എലിയുടെ കയ്യിൽ, റെഡ് ബട്ടണും ഗ്രീൻ ബട്ടണും. ഗ്രീൻ ബട്ടൺ കത്തിച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അതിന് ഫുഡ് കിട്ടും. സോ എലി ഹാപ്പി ആയിരിക്കും. മോർ ആൻഡ് മോർ എലി എന്താ ചെയ്യുക? പച്ച ബട്ടൺ ഞെക്കാൻ വേണ്ടി വരും. അല്ല, റെഡ് ബട്ടൺ ആണ് ഞെക്കുന്നതെങ്കിൽ എന്താണ്, അത് തിരിച്ചടിച്ചിട്ട് എലിയുടെ കൈ വേദന എടുത്തു. അപ്പോൾ എന്താണ് അടുത്ത തവണ എലി ചെയ്യുക? എലിക്ക് ഇവിടെ കിട്ടിയ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പോലെ ഇരിക്കും അടുത്ത തവണ എലി എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത്. അതിനെയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. BF സ്കിന്നറിൻ്റെ ആണ്. സ്കിന്നറിൻ്റെ പേര് പഠിച്ചു വെക്കുക. അക്കോർഡിംഗ് ടു ജസോൾട്ട് ലോസ്, objects that are close to each other are perceived as a group. This is called law of similarity, proximity, closure, continuity. ഇതെല്ലാം ജസോൾട്ട് ലോസ് ആണ്. കഴിഞ്ഞ തവണത്തെ SI മെയിൻസിന് ഇതുപോലെ 4-5 എണ്ണം തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ്
ജസോൾട്ട് ലോസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഇവിടെ ആൻസർ വരുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത് എലമെൻറ്റ്സ് ക്ലോസ് ടു ഈച്ച് അതർ ആർ പെർസീവ്ഡ് ആസ് ബിലോങ്ങിങ് ടുഗെദർ. ഒരുമിച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരുമിച്ച് ബിലോങ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നതെന്നാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ 3 സെറ്റ് ഇപ്പം തന്നെ 3 സെറ്റായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. നമ്മളോട് പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഒരുമിച്ചുള്ളതാണെന്നോ അല്ലെന്നോ. അടുത്തിരിക്കുന്നതുകൊണ്ട് അതൊരു കൂട്ടമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. അതിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡോട്ട്സ് പ്ലേസ്ഡ് നിയർ ഈച്ച് അതർ ആർ സീൻ ആസ് ക്ലസ്റ്റേഴ്സ്. കൂട്ടങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ദിസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻസ് മെനി ആസ്പെക്ട്സ് ഓഫ് വിഷ്വൽ പെർസെപ്ഷൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കാണുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ അടുത്തിരിക്കുന്നതിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുപോലെയുള്ള വിഷ്വൽ പെർസെപ്ഷനുകളെ പലതിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനും ജസോൾട്ട് ലോസ് യൂസ് ചെയ്യും. അതിലൊരെണ്ണമാണ് ലോസ് ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി. ഹൂ ഈസ് കൺസിഡേർഡ് ദി ഫൗണ്ടർ ഓഫ് ജസോൾട്ട് സൈക്കോളജി? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ മാക്സ് വെർത്തീമർ ആണ്. മാക്സ് വെർത്തീമർ മാത്രമല്ല, മാക്സ് വെർത്തീമറിൻ്റെ കൂടെ വോൾഫ്ഗാങ് കോളറും ഉണ്ട്. അതുപോലെ തന്നെ കേർട്ട് കോഫ്ക എന്ന് പറയുന്ന വേറൊരാളും കൂടെ ഉണ്ട്. സോ ദെർ ആർ 3 പീപ്പിൾ. ഈ 3 പേരും കൂടി ചേർന്നിട്ടാണ് ജസോൾട്ട് സൈക്കോളജി പ്രപ്പോസ് ചെയ്തത്. ഇവർ 3 പേരും കൂടി ഒരു ഏർലി 20th സെഞ്ച്വറിയിലാണ് ജസോൾട്ട് സൈക്കോളജി കൊണ്ടുവന്നത്. എന്താണ് ജസോൾട്ട് സൈക്കോളജി? നമ്മൾ തൊട്ട് മുന്നേ ഡോട്ട്സിൻ്റെ ലോ ഓഫ് പ്രോക്സിമിറ്റി പറഞ്ഞു. അതിൽ മറ്റ് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു, ലോ ഓഫ് സിമിലാരിറ്റി, ക്ലോഷർ. എന്താണ് ജസോൾട്ട്? ജസോൾട്ട് സൈക്കോളജി എംഫസൈസസ് ദാറ്റ് humans perceive objects as whole forms rather than sum of parts. നമ്മൾ ഒരു കൂട്ടമായിട്ട്, ഒരു സെറ്റായിട്ടൊക്കെ ഓരോ രീതിയിൽ നമ്മൾ തന്നെ റാഷണലൈസ് ചെയ്യും. നമ്മൾ തന്നെ നമ്മുടേതായ ചിന്ത ഉപയോഗിച്ച് നമ്മൾ ഓരോന്നിനും ഓരോ സെറ്റായിട്ടും ഓരോ രീതിക്കൊക്കെ ആയിട്ട് പെർട്ടിക്കുലർ രീതിയായിട്ടൊക്കെ നമ്മളതിനെ സെറ്റാക്കി വെക്കും. അതിനെയാണ് ജസോൾട്ട് എന്ന് പറയുന്നത്. അതായത് അതിൽ പല പാർട്സ് ഉണ്ടായിരിക്കും, പക്ഷെ അതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു ഫുൾ ഇമേജ് ഫോം ചെയ്യുമ്പോൾ എപ്പോഴും വെറുതെ ആ പാർട്സ് കൂട്ടി വെക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ഇമേജ്. നമ്മൾ നമ്മുടെ പെർസെപ്ഷനും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് അതിനെ മോർ ദാൻ ദ സം ഓഫ് പാർട്സ് ആക്കും. അതിനൊരു ഹോൾ ഫോമിലേക്ക് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ ജസോൾട്ട് ഫിലോസഫി എന്ന് പറയുന്നത്. 3 പേരാണുള്ളത്. ഒന്ന് മാക്സ് വെർത്തീമർ, വോൾഫ്ഗാങ് കോളർ, കേർട്ട് കോഫ്ക. 3 പേരാണുള്ളത്. Which approach in psychology stresses free will, personal growth and self-actualization? ഇവിടെ 4 തിയറിയാണ് കൊടുത്തിട്ടുള്ളത്. ബിഹേവിയറിസ്റ്റിക്, ജസോൾട്ട്, ഹ്യൂമനിസ്റ്റിക്, സൈക്കോ അനലിറ്റിക്കൽ. ഇപ്പം നമ്മൾ ജസോൾട്ട് കണ്ടിട്ട് വന്നേ ഉള്ളൂ. ജസോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു തിയറിയാണ്. പേഴ്സണൽ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നുമായിട്ട് അതിനൊരു ബന്ധമില്ല. ബിഹേവിയറിസ്റ്റിക് ഒക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹ്യൂമനിസ്റ്റിക്, സൈക്കോ അനലിറ്റിക്കൽ തിയറി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആണ്. ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. ആൻസർ ഹ്യൂമനിസ്റ്റിക് ആണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ മെയിൻ ആൾക്കാർ ഒന്ന് കാൾ റോഗേഴ്സും ഒന്ന് എബ്രഹാം മാസ്ലോയുമാണ്. എന്താണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ഉള്ളത്? പൊതുവെ മനുഷ്യനെ ഫോക്കസ് ചെയ്തിട്ടുള്ള, മാനസികപരമായ വളർച്ചകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് എന്ന് പറയുന്നത്. ആ വ്യക്തിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. ആ വ്യക്തിയുടെ പേഴ്സണൽ ഫ്രീഡം, ആ വ്യക്തിയുടെ പേഴ്സണൽ വളർച്ച, അതുപോലെ തന്നെ ഇന്നേറ്റ് ഡ്രൈവ് ടുവേർഡ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ. ആ വ്യക്തിക്ക് പൂർണ്ണ വളർച്ച നേടാൻ വേണ്ടിയിട്ട്, മാനസികമായിട്ടും അയാളുടെ താല്പര്യങ്ങളുടെയൊക്കെ പൂർണ്ണ വളർച്ച എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പൊതുവേ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറയുന്നത് ആൾക്കാർ പൊതുവേ നല്ല ആൾക്കാരാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ മുഴുവൻ പൊട്ടൻഷ്യൽ, കഴിവിൻ്റെ പരമാവധിയിലെത്താനുള്ള കഴിവൊക്കെ അവർക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി. സോ ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി എന്താ? ഫ്രീ വില്ല്, പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ, ഫ്രീഡം, ഗ്രോത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്.
Which psychological approach emphasizes observable behaviors rather than internal mental process? നമുക്ക് കാണാൻ പറ്റുന്ന ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സൈക്കോളജി പഠനശാഖ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഹ്യൂമനിസ്റ്റിക്, ബിഹേവിയറിസ്റ്റിക്, ജസോൾട്ട്, സൈക്കോ അനലിറ്റിക്കൽ. ആൻസർ ബിഹേവിയറിസ്റ്റിക് ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ബിഹേവിയറിൽ ഫോക്കസ് ചെയ്യുന്നതാണ് റാദർ ദാൻ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സ്. ഒരാളുടെ മാനസിക വ്യവഹാരങ്ങളെ ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ മാനസിക വളർച്ചയിലോ കാര്യങ്ങളിലോ ഒന്നും ഫോക്കസ് ചെയ്യാതെ ആ വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നതെ മാത്രം അധിഷ്ഠിതമാക്കിയിട്ട് സൈക്കോളജിയെ പഠിക്കുന്നതിനെയാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ബിഹേവിയറിസത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഒന്ന് ജോൺ വാറ്റ്സൺ ആണ്. പിന്നീട് ഡെവലപ്പ് ചെയ്ത ആൾക്കാരിൽ B.F. സ്കിന്നർ ഉണ്ട്. സ്കിന്നർ നമ്മളിപ്പം പറഞ്ഞിരുന്നു കണ്ടീഷണൽ ഓപ്പറൻറ്റിനെ പറ്റിയിട്ട്. ഓക്കെ, സോ ഇവിടെ എന്താ ഫോക്കസ്? ഓൺ ഒബ്സർവബിൾ ബിഹേവിയർ. നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാരുടെ ബിഹേവിയറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ അവരുടെ ഫീലിങ്ങിനെയോ മാനസികാവസ്ഥകളെയോ ഒന്നുമല്ല. അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാത്രം നോക്കിയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ദി ഐഡിയ ഇസ് ദറ്റ് ഓൾ ബിഹേവിയർ ഇസ് ലേൺ ഫ്രം ദി എൻവയോൺമെൻറ്റ് ത്രൂ കണ്ടീഷനിങ്. ഇതിനകത്ത് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. നമ്മളുടെ സ്വഭാവങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. നമ്മുടെ ബിഹേവിയർ എല്ലാം നമ്മൾ ഓവർ ടൈം പഠിച്ചെടുക്കുന്നതാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിങ്ങിൽ കൂടെ എന്നുള്ളതാണ് ബിഹേവിയറിസം പറയുന്നത്. സിമിലറായിട്ടുള്ളൊരു ബിഹേവിയറൽ തിയറി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അതെന്താ പറയുന്നത്? ആൾക്കാർ ലീഡർഷിപ്പ് പഠിച്ചെടുക്കുന്ന ക്വാളിറ്റിയാണ്. വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവർ എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ കണ്ടും കേട്ടും അവരുടെ സ്വഭാവത്തിൽ പഠിച്ചെടുക്കുന്ന സ്വഭാവങ്ങൾ കൊണ്ടാണ് ഒരാൾ നല്ലൊരു ലീഡർ ആവുന്നത്, നല്ലൊരു നേതാവാവുന്നത്. സിമിലറായിട്ടുള്ള തിയറിയാണ് ബിഹേവിയറൽ ലീഡർഷിപ്പ് തിയറി. ദ പ്രോസസ് ഓഫ് സെലക്റ്റീവ്ലി ഫോക്കസിങ് ഓൺ സർട്ടൻ സ്റ്റിമുലായി വൈൽ ഇഗ്നോറിങ് അതേഴ്സ് ഇസ് കോൾഡ്. ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റ് ചില കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? തിങ്കിങ്, അറ്റൻഷൻ, മെമ്മറി, ഇൻ്റലിജൻസ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾ കഴിവതും സ്വന്തമായിട്ട് ആലോചിച്ച് ആദ്യം ഒരു ഉത്തരം, നിങ്ങളുടേതായ ഒരു തോട്ട് പ്രോസസ്സിൽ ഒരു ഉത്തരത്തിൽ എത്തുക. അതിനുശേഷം ആൻസേഴ്സിലേക്ക് പോവുക. സോ ഇവിടെ ആൻസർ അറ്റൻഷനാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അറ്റൻഷൻ ഇസ് ദ കോഗ്നിറ്റീവ് പ്രോസസ്സ്. കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ തിങ്കിങ്ങും ഇൻ്റലിജൻസുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. Attention is the cognitive process that allows us to focus on specific stimuli while filtering out irrelevant information. For example, listening to one person's voice in a crowded room. നിങ്ങൾ തിരക്കുള്ള ഒരു മുറിയിൽ, ഒരു ഓഡിറ്റോറിയത്തിൽ നിൽക്കുകയാണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ എന്തിലാണ്? ആ ഫ്രണ്ട് സംസാരിക്കുന്ന കാര്യത്തിലാണ്. നിങ്ങൾ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് നിങ്ങളുടെ കോൺവെർസേഷനിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനെയാണ്, ആ ഒരു സെലക്റ്റീവ്ലി നമ്മൾ ചില കാര്യങ്ങളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സെലക്റ്റീവ് ഫോക്കസ് ആണ് അറ്റൻഷനിൽ വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി സ്റ്റോർസ് ഇൻഫർമേഷൻ ഫോർ എ വെരി ബ്രീഫ് പീരിയഡ്? ഈ വെരി ബ്രീഫ് പീരിയഡ് ആണ് ഈ ക്വസ്റ്റ്യനിലെ കീ വേർഡ്. വെരി ബ്രീഫ്, മില്ലി സെക്കൻഡ്സ് ടു സെക്കൻഡ്സ്. നമ്മളതിൻ്റെ ഉത്തരം നോക്കാം. സെൻസറി മെമ്മറി എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറിയും സെൻസറി മെമ്മറിയും തമ്മിൽ നിങ്ങളിപ്പോൾ കൺഫ്യൂസ് ആവുമെന്ന് എനിക്കറിയാം. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ഇംപ്രഷൻസ് ആണ്. നമ്മൾ അപ്പം കണ്ട ലൈറ്റ്, അപ്പം കേട്ട സൗണ്ട്, അത് അന്നേരം ആ ഒരു സെക്കൻഡിലേക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് സെൻസറി മെമ്മറി. സെൻസറി മെമ്മറിയിൽ നിന്നാണ്, അവിടുന്ന് ഫിൽറ്ററായിട്ടാണ് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. ഷോർട്ട് ടേം മെമ്മറി സെൻസറി മെമ്മറിൻ്റെ കമ്പാരിസണിൽ കുറച്ചും കൂടി ലോങ് ആയിട്ട് നമുക്കവിടെ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ് തൊട്ട് ഒരു കുറച്ച് സെക്കൻഡ് വരെ സെൻസറി മെമ്മറിയിലുള്ളൂ. ഷോർട്ട് ടേം മെമ്മറി സെൻസറി മെമ്മറിക്ക് ശേഷം വരുന്ന മെമ്മറിയാണ്. സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. സ്റ്റോർസ് ഇൻഫർമേഷൻ ഫോർ എ വെരി ബ്രീഫ് പീരിയഡ്. പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ മെയിൻലി റിലേറ്റഡ് ടു.
പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഒരു വ്യക്തിയുടെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുന്നു, എന്തിൽ അധിഷ്ഠിതമാണ്? തിങ്കിങ് ആണോ, മെമ്മറി ആണോ, അറ്റൻഷൻ ആണോ, ലേണിംഗ് ആണോ? ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. ഒരാളുടെ ചിന്താശേഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഇരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസിൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇൻ്റലിജൻസ് ഒരു കറക്റ്റ് ഓപ്ഷനാണ്. ഇവിടെ പക്ഷേ ഇൻ്റലിജൻസ് ഇല്ല, മെമ്മറി, അറ്റൻഷൻ, ലേണിംഗ് ആണ്, പിന്നെ തിങ്കിങ്. സോ ഇവിടെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. ഓക്കെ, തിങ്കിങ് റെഫേഴ്സ് ടു ദ മെൻറ്റൽ മാനിപ്പുലേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ഫോം കോൺസെപ്റ്റ്സ്, സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ഡെസിഷൻസ്. ഇറ്റ് ഇൻവോൾവ്സ് റീസണിങ്, അനലൈസിങ് ആൻഡ് സിന്തസൈസിങ് ഇൻഫർമേഷൻ. നമ്മൾ ഓരോ കാര്യങ്ങളെ അനലൈസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കഴിവ്, പിന്നെ റീസണിങ്, എന്തുകൊണ്ടൊരു കാര്യം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം, അതിനെ അനലൈസ് ചെയ്യുക, ഏതാണെന്ന് മനസ്സിലാക്കുക, സിന്തസൈസിങ് ഇൻഫർമേഷൻ, അതിൽ നിന്ന് നമ്മൾ പുതിയ ഇൻഫർമേഷൻ ഡിഡക്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തിങ്കിങ് പ്രോസസ്സിൽ വരുന്നത്. Which psychologist is best known for his theory of multiple intelligences? ഹോവർഡ് ഗാർഡ്നർ ആണോ, ആൽഫ്രഡ് ബൈനറ്റ് ആണോ, ചാൾസ് പിയർമൻ ആണോ, ഡേവിഡ് വെൽഷർ ആണോ? ആൻസർ ഹോവർഡ് ഗാർഡ്നർ ആണ്. പുള്ളിക്കാരൻ 8 തരത്തിലുള്ള ഇൻ്റലിജൻസുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. കൺവെൻഷനലി ഇൻ്റലിജൻസ്, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫൈൻഡിങ്സ് വരുന്നതിന് മുന്നേ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഒരൊറ്റ കാര്യമായിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരുന്നത്. ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ബുദ്ധി, ഓക്കെ. പക്ഷേ ഇദ്ദേഹം 8 തരം ബുദ്ധികളുണ്ടെന്നാണ് ഹോവർഡ് ഗാർഡ്നർ പറഞ്ഞത്. ആ 8 തരം ഏതൊക്കെയാണ്? ലിംഗ്വിസ്റ്റിക്, ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ കഴിവുകൾ, കണക്കുകളും കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ്, മ്യൂസിക്കൽ, സംഗീതത്തോടുള്ള താല്പര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മസിൽ കോർഡിനേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം അതിൽ വരുന്ന. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് സ്കില്ല് കൂടുതലുള്ള ആൾക്കാർക്ക് നല്ലപോലെ സ്റ്റോറി എഴുതാം, നല്ലപോലെ പാട്ടുകൾ എഴുതാം. മാത്തമാറ്റിക്കൽ സ്കില്ല് കൂടുതലാണെങ്കിൽ സയൻറ്റിസ്റ്റ് ആവാം, അവർക്ക് മാത്സിൽ എക്സ്പേർട്സ് ആവാം, എൻജിനീയേഴ്സ് ആവാം. മ്യൂസിക്കൽ സ്കില്ലുണ്ടെങ്കിൽ കമ്പോസർ ആവാം, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാം. ബോഡിലി കൈനസ്തെറ്റിക്സ് ഉള്ളവർക്ക് അത്ലീറ്റ്സ് ആവാൻ പറ്റും. അവരുടെ ആ ബോഡി കോർഡിനേഷനും മൂവ്മെൻറ്റും കൊണ്ട് അത്ലീറ്റ്സ് ആവാം, ഡാൻസേഴ്സ് ആവാം. സ്പേഷ്യൽ എന്ന് പറയുന്നത് സ്ഥലങ്ങളെ പറ്റിയുള്ളൊരു ബോധമാണ്, എവിടെയാണ്, ഏതാണ്, ഒരു ജോഗ്രഫിക്കൽ സെൻസാണ് സ്പേഷ്യൽ എന്ന് പറയുന്നത്. ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇൻട്രാപേഴ്സണൽ. അങ്ങനെയുള്ളവർക്ക് ഫിലോസഫേഴ്സൊക്കെ ആവാൻ വേണ്ടി പറ്റും, ഈ സ്വാമിമാരെ പോലെയൊക്കെ ആവാൻ വേണ്ടി പറ്റും. ഇൻ്റർപേഴ്സണൽ ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആവാൻ വേണ്ടിയൊക്കെ നല്ലതാണ്. നാച്ചുറലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിനെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. അതിലെന്താ വരിക, അതിൽ ഫാമർ ആവാൻ വേണ്ടിയിട്ട്, എൻവയോൺമെൻറ്റലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെയുള്ള, കർഷകനാവാൻ വേണ്ടിയിട്ടുള്ള കഴിവുകളൊക്കെയാണ് നാച്ചുറലിസ്റ്റിക്കിൽ വരുന്നത്. സോ ഹോവർഡ് ഗാർഡ്നർ ആണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി തന്നത്. ഹോവർഡ് ഗാർഡ്നർ എത്ര എണ്ണമാണ് തന്നത്? 8 എണ്ണമാണ് തന്നത്. ആ 8 എണ്ണം ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. Which of the following is considered as a primary emotion? ഗിൽറ്റ് എന്താണ്? ഗിൽറ്റ് കുറ്റബോധമാണ്. ആങ്കർ ദേഷ്യമാണ്. പ്രൈഡ് ഒരുതരം അഹങ്കാരമാണെന്ന് നമുക്ക് പറയാം. ഷെയിം എന്ന് പറഞ്ഞാൽ നാണം. ഇവിടെ ഉത്തരം ആങ്കറാണ്. പ്രൈമറി ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജനിക്കുമ്പം തൊട്ട് നമ്മുടെ ഒരു ബയോളജിക്കലി നമ്മളിലുള്ള കുറച്ച് ഇമോഷൻസാണ് ആങ്കർ പോലെയുള്ള ഇമോഷൻസ്. ആങ്കർ മാത്രമല്ല, ഹാപ്പിനെസ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, ആങ്കർ ഉണ്ട്, ഫിയർ ഉണ്ട്, സന്തോഷം, സങ്കടം, ദേഷ്യം, പേടി, ഡിസ്ഗസ്റ്റ് അറപ്പാണ്. സർപ്രൈസ് നമുക്ക് ആശ്ചര്യം ഒക്കെ വരില്ലേ, അതാണ് സർപ്രൈസ്. അതൊക്കെ പ്രൈമറി ഇമോഷൻസ് ആണ്. പിന്നീട് വരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് സോഷ്യൽ ലേണിങ്ങിൽ കൂടെ വരുന്നതാണ്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗിൽറ്റ്, നമ്മൾ പല കോണ്ടെക്സ്റ്റുകളിലും ചിലയിടത്ത് ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചിലയിടത്ത് അത് തെറ്റായിരിക്കും. സോ ഗിൽറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പിന്നീട് പഠിച്ചെടുക്കുന്ന ഇമോഷൻസാണ്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധം തോന്നും, ചിലർക്ക് തോന്നില്ല. ഇങ്ങനെയുള്ള പിന്നീട് പഠിച്ചെടുക്കുന്ന ഇമോഷൻസിനെയാണ് നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള ഇമോഷൻസ് ആണ് അതെല്ലാം. പ്രൈമറി ഇമോഷൻ എന്താണ്? ആങ്കർ, ഹാപ്പിനെസ്, സാഡ്നെസ്. ഇപ്പം ജനിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഹാപ്പിനെസ്സും സാഡ്നെസ്സും ആങ്കറും എല്ലാം ഉണ്ട്. അതാണ് പ്രൈമറി ഇമോഷൻ എന്ന് പറയുന്നത്. ഫ്രസ്ട്രേഷൻ ഓഫൺ ലീഡ്സ് ടു. ഫ്രസ്ട്രേഷൻ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഹാപ്പിനെസ് സന്തോഷം, അഗ്രഷൻ ദേഷ്യം, കോപ്പറേഷൻ സഹകരണം, എമ്പതി നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ഫീലിങ്സ് നമ്മുടേതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവാണ് എമ്പതി. ഫ്രസ്ട്രേഷൻ കൊണ്ട് പൊതുവെ സംഭവിക്കുന്നത് അഗ്രഷനാണ്, ദേഷ്യമാണ് വരുന്നത്. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരാം. എല്ലാ സാഹചര്യങ്ങളും വരണമെന്ന് നിർബന്ധമില്ല. നോട്ട് ഓൾ ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു ആങ്കർ ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഔട്ട്ലെറ്റ് ഇൻ സെവറൽ കേസസ്. പല സാഹചര്യങ്ങളിലും നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ ദേഷ്യപ്പെടും, പക്ഷെ എപ്പോഴും ദേഷ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. വിച്ച് ഹോർമോൺ ഇസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രെസ് റെസ്പോൺസ്? സ്ട്രെസ് ഹോർമോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഈ ഹോർമോണിനെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്നും വിളിക്കും. ആൻസർ കോർട്ടിസോൾ ആണ്. കോർട്ടിസോളിനെ ഞാൻ പറഞ്ഞു സ്ട്രെസ് ഹോർമോൺ എന്നും വിളിക്കും. അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രീനൽ ഗ്ലാൻഡാണ്. ഹാപ്പി ഹോർമോൺസ് ഉണ്ട് ഇതല്ലാതെ. ഇപ്പോൾ കോർട്ടിസോൾ എന്താണ്? സ്ട്രെസ് ഹോർമോണാണ്. കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോണാണ്, അഡ്രീനൽ ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് പൊതുവേ നമ്മുടെ സ്ട്രെസ് റെസ്പോൺസസുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഉള്ളത് പഠിക്കേണ്ടത് ഹാപ്പി ഹോർമോൺസ് ആണ്. നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ്. അല്ലെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിച്ചാലും നമുക്ക് സന്തോഷം വരും. അതിനെയാണ് ഹാപ്പി ഹോർമോൺസ് എന്ന് നമുക്ക് പറയുന്നത്. മെയിനായിട്ട് 4 എണ്ണമാണുള്ളത്. ഓപ്ഷനിൽ തന്നെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഡോപ്പമൈനും സെറട്ടോണിനും. സെറട്ടോണിനും ഡോപ്പമൈനും, പിന്നെ ഉള്ളത് എൻഡോർഫിനും ഓക്സിറ്റോക്സിനും. ഈ 4 എണ്ണമാണ് ഹാപ്പി ഹോർമോൺസ്. കോർട്ടിസോൾ ആണ് സ്ട്രെസ് ഹോർമോൺ. Excessive and irrational fear of specific objects or situation is known as? പ്രത്യേകമായ ഒരു സാഹചര്യത്തോടോ സാധനത്തോടോ നമുക്ക് ഭയങ്കരമായ അടിസ്ഥാനരഹിതമായ ഭയമുള്ളതിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫോബിയയാണത്. ഒരു ജനറൽ ആങ്സൈറ്റി എന്നതിൽ നിന്ന് ഫോബിയയ്ക്ക് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആങ്സൈറ്റി ഉള്ളവർക്ക് ഇപ്പോൾ പല വിഷയങ്ങളെ പ്രതിയായിരിക്കും ആങ്സൈറ്റി വരുന്നത്, പല സാഹചര്യങ്ങളെ പ്രതിയായിരിക്കും. ഫോബിയ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് സ്റ്റിമുലൈ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ആൾക്കാർക്ക് ഹൈറ്റിനെ ഭയമുള്ള ആൾക്കാരുണ്ട്. അത് സ്പെസിഫിക്കലി അവർക്ക് ഹൈറ്റിനെ ആയിരിക്കും ഭയം. സോ അതൊരു സ്പെസിഫിക് സ്റ്റിമുലൈ ആണ്. ആൻഡ് അതിന് പലപ്പോഴും അടിസ്ഥാനരഹിതമായിരിക്കും. അവിടെ ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ആയിരിക്കും പലപ്പോഴും അവർ പേടിക്കുന്നത്. ദേ ഓഫൺ ലീഡ് ടു അവോയ്ഡൻസ് ബിഹേവിയർ. അവർ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് പൊതുവെ നോക്കുന്നത്. വിച്ച് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ഡെയിലി ലൈഫ്. അവരുടെ ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഈ പേടി ഭയങ്കര എക്സ്ട്രീമാണ്. അതേപോലെ തന്നെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പേടിയാണ്. ഇൻറ്റൻസും ആണ്, അതേപോലെ തന്നെ ഇറാഷണലും ആണ്. ഇൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാഠിന്യമേറിയത്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഫിയറാണ്. അതേപോലെ തന്നെ ഇറാഷണലാണ്, അത് അടിസ്ഥാനരഹിതമാണ്. ബിഹേവിയർ ദാറ്റ് വയലേറ്റ്സ് സോഷ്യൽ നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഇസ് കോൾഡ്. നിങ്ങളുടെ സിലബസിൽ ഈ വേർഡ് ഉണ്ട്. സോഷ്യൽ ഡീവിയൻസ് ആണ് ആൻസർ. സോഷ്യൽ ഡീവിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ ദാറ്റ് ഗോ അഗെയിൻസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് കൾച്ചറൽ ഓർ സൊസൈറ്റൽ റൂൾസ്. സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, സാമൂഹികപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ നിലകൊള്ളുന്ന ചില നിയമങ്ങൾ കാണുമല്ലോ ഓരോ സൊസൈറ്റിയിലും. അതിനെതിരായിട്ട് പോകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളെയാണ് നമ്മൾ സോഷ്യൽ ഡീവിയൻസ് എന്ന് വിളിക്കുന്നത്.
അതിൽ പൊതുവേ ക്രിമിനൽ ആക്റ്റുകൾ വരാം. ഇപ്പം സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് അഡിക്ട്സ്, ആൽക്കഹോൾ അഡിക്ട്സ്, ഡ്രഗ് യൂസ് ചെയ്യുന്നവർ, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ, അതൊക്കെയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോൺ ഹാംഫുൾ ആക്ട്സ് പോലുള്ള കാര്യങ്ങളും ഡീവിയൻസിൽ വരാം. ഡീവിയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ ഫ്രീക്കന്മാരെന്ന് പറയില്ലേ, ആക്ച്വലി ഫ്രീക്ക് എന്ന് പറയുന്നത് സൈക്കോളജിയിലൊരു ടേമാണ്. അതൊരു ഇൻഫോർമൽ ടേം അല്ല, അതൊരു വളരെ ഫോർമലായിട്ടുള്ളൊരു ടേമാണ്. ഫ്രീക്ക് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ നിലകൊള്ളുന്ന കൈൻഡ് ഓഫ് ഒരു ഫിസിക്കൽ എക്സ്പ്രഷൻ കാണുമല്ലോ. ആൾക്കാർ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, എങ്ങനെ ബോഡി ക്യാരി ചെയ്യുന്നു, ഇങ്ങനെ കാര്യങ്ങളിൽ നിന്നൊരു ഡീവിയേഷൻ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫ്രീക്സ് എന്ന് പറയുന്നത്. ഇപ്പം മുടി വളർത്താത്ത സൊസൈറ്റിയിൽ ആണുങ്ങൾ മുടി വളർത്തുന്നത്, അല്ലെങ്കിൽ ടാറ്റു ചെയ്യുന്നത്, ചെവി പിയേഴ്സിങ് ചെയ്യണ കമ്മൽ പോലത്തെ സാധനങ്ങൾ ഇടുന്നത്, ഇതിനെയൊക്കെ നമ്മൾ ഫ്രീക്ക് എന്ന് സൈക്കോളജിയിൽ വിളിക്കുന്നത്. സോ ഇതൊക്കെ സോഷ്യൽ ഡീവിയൻസ് ആണ്. അതായത് കൂടുതൽ പേര് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ ഡീവിയൻസ്. ഒരുപാട് പേര് റിലീജിയൻ ബിലീവ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ റിലീജിയൻ ബിലീവ് ചെയ്യാത്തത്, അല്ലെങ്കിൽ റിലീജിയൻ ഉള്ളിൽ നിന്ന് റിലീജിയനെതിരെ പറയുന്നത്, അതും ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ഡീവിയൻസ് ആണ്. സോഷ്യൽ ഡീവിയൻസിന് ഒരുപാട് ഫോംസ് ഉണ്ട്. ഹൂ പ്രപ്പോസ് ദ സൈക്കോ സോഷ്യൽ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്, ഇതും സിലബസിലുള്ള പോർഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എറിക് എറിക്സൻ്റെ ആണ് സൈക്കോ സോഷ്യൽ തിയറി. ഫ്രോയിഡിൻ്റെ തിയറിക്ക് ശേഷം അതിൽ വന്ന ഒരു കൈൻഡ് ഓഫ് എക്സ്പാൻഷനായിട്ട് നമുക്ക് എറിക് എറിക്സൻ്റെ തിയറിയെ കൺസിഡർ ചെയ്യാം. എറിക് എറിക്സൻ്റെ തിയറിയിൽ 8 സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ആണ് പറയുന്നത്. ഒരു 8 സ്റ്റേജ് സൈക്കോ സോഷ്യൽ തിയറിയാണ്. ഓരോ സ്റ്റേജിലും ഒരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഒരു ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിലൊരു 8 സ്റ്റേജസ് ആണല്ലോ. നിങ്ങൾ ആക്ച്വലി ആ 8 സ്റ്റേജസ് പഠിക്കണം. ഇതുപോലെ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ വരും. അപ്പം ആ സ്റ്റേജിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ, അതേപോലെ തന്നെ ആ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഐഡിയലായിട്ടുള്ളൊരു വാല്യൂ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അങ്ങനെ ഒരു 8 ഏജ് വൈസ് ഉള്ള ഡെവലപ്മെൻറ്റൽ തിയറിയാണ് എറിക് എറിക്സൺ പ്രപ്പോസ് ചെയ്തത്. ഫ്രോയിഡിൻ്റെ നമ്മൾ സൈക്കോ സെക്ഷൽ തിയറി എന്നും പറയും, അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്നും പറയും. സക്സസ്ഫുൾ റെസൊല്യൂഷൻ ലീഡ്സ് ടു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ കറക്റ്റായിട്ട് ആ വ്യക്തിക്ക് അത് നാവിഗേറ്റ് ചെയ്ത് അവിടെ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ആ വ്യക്തി പുറത്തെത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ ഡിഫിക്കൽട്ടീസ് വരും. കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് വിത്തിൻ എ സൊസൈറ്റി ആർ കോൾഡ്. ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ എന്താ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ നിന്ന് എടുക്കാൻ തന്നെ ഭയങ്കര എളുപ്പമാണ്. ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. എന്താണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്? ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും കാരണം കൊണ്ട് 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോഴാണ്, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിനാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിപ്പം റിസോഴ്സസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടാവാം, അംഗീകാരത്തിന് വേണ്ടിയിട്ടാവാം. കാരണം എന്തോ ആയിക്കോട്ടെ, 2 ഗ്രൂപ്പുകളിൽ 2 കൂട്ടം ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നതിനെയാണ്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഗ്രൂപ്പിനെയാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് നമ്മൾ വിളിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് റേഷ്യൽ ടെൻഷൻസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ റിലീജിയസ് ക്ലാഷസ്, പല റിലീജിയനിലുള്ള ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്, കോമ്പറ്റീഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ 2 ഗ്രൂപ്പ്സ് തമ്മിൽ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ത്യയുടെ പൊളിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല കാസ്റ്റുകൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ എന്താണ്? ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്സ് ആണ്. സൈക്കോളജിസ്റ്റ് സ്റ്റഡി ദീസ് കോൺഫ്ലിക്ട്സ് ടു പ്രൊമോട്ട് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് സോഷ്യൽ ഹാർമണി. ഈ കോൺഫ്ലിക്ട്സുകളെ പറ്റി എന്തിനാണ് പഠിക്കുന്നത്? ഇതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് നമ്മൾ കോൺഫ്ലിക്ട്സിനെ പറ്റി പഠിക്കുന്നത് തന്നെ. വിച്ച് സ്റ്റേജ് ഇസ് മാർക്ഡ് ബൈ ഐഡൻറ്റിറ്റി ക്രൈസിസ് അക്കോർഡിംഗ് ടു എറിക്സൺ. എറിക്സൻ്റെ തിയറി അനുസരിച്ചിട്ട്, സൈക്കോ സോഷ്യൽ തിയറി അനുസരിച്ചിട്ട് ഏത് സ്റ്റേജിലാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നതെന്നാണ് ചോദ്യം. 8 സ്റ്റേജുകളാണ് എറിക്സൻ്റെ തിയറിയിലുള്ളത്. അഡോളസൻസ് സ്റ്റേജിലാണ്, അതായത് 12 മുതൽ 18 വയസ്സ് വരെയുള്ള ആളുകളിലാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന കോൺഫ്ലിക്റ്റ് വരുന്നത്. ആ കോൺഫ്ലിക്റ്റ് പീരിയഡിലാണ് ഐഡൻറ്റിറ്റി
ക്രൈസിസ് ഡെവലപ്പ് ആകുന്നത്. ഡ്യൂറിങ് ദിസ് പീരിയഡ് ടീനേജേഴ്സ് എക്സ്പ്ലോർ പേഴ്സണൽ വാല്യൂസ്, കരിയർ ചോയ്സസ്, സോഷ്യൽ റോൾസ്, സമൂഹത്തിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതുപോലെ എന്ത് കരിയർ ചൂസ് ചെയ്യണം, എന്ത് പേഴ്സണൽ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഫോം ചെയ്യുന്ന ആ ഒരു സമയമാണ്. അപ്പം ഏതാ ശരി, എന്താ തെറ്റ്, ഞാൻ എങ്ങനെയാവണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത്. ഫെയിലിയർ ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റേബിൾ ഐഡൻറ്റിറ്റി ക്യാൻ ലീഡ് ടു കൺഫ്യൂഷൻ ആൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻ അഡൽട്ട്ഹുഡ്. കൃത്യമായ രീതിയിൽ ഒരു വ്യക്തിത്വം ഈ ഒരു കാലഘട്ടത്തിൽ സ്ഥിരീകരിക്കാനും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒരു വ്യക്തിക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അവരുടെ വയസ്സ് കൂടുന്ന സാഹചര്യങ്ങളിൽ, പിന്നീട് അവർ വളർന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ കൺഫ്യൂഷനും ബുദ്ധിമുട്ടുകളും വരും. എറിക്സൻ്റെ എല്ലാ സ്റ്റേജുകളിലും അത് നോട്ടബിളായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഓരോ സ്റ്റേജിലും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഓരോ സോഷ്യൽ സ്കില്ലുകളുണ്ടാവും. ആ സ്കില്ലുകൾ കൃത്യമായി ആ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ടും പിന്നീടുള്ള സ്റ്റേജുകളിലോട്ടും ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും. ഹൂ സ്റ്റഡീഡ് മോറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊപ്പോസ്ഡ് സ്റ്റേജസ് സച്ച് ആസ് പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. ആരുടെയാണ്? മോറൽ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. നിങ്ങളുടെ 5th മൊഡ്യൂളാണെന്ന് തോന്നുന്നു സിലബസിൽ. ലോറൻസ് കോൾബർഗിൻ്റേതാണ്. ലോറൻസ് കോൾബർഗാണ് ഉത്തരം. അദ്ദേഹം ചെയ്തത് പിയാജറ്റിൻ്റെ വർക്കിനെ കുറേ കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ജീൻ പിയാജറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ജീൻ പിയാജറ്റും അതേപോലെ തന്നെ ലോറൻസ് കോൾബർഗും. ഈ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ലോറൻസ് കോൾബർഗ് എന്താ ചെയ്തത്? ഹി പ്രപ്പോസ് 3 ലെവൽസ്: പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. ഇത് 3 എന്തിൻ്റെ ലെവൽസാണ്? മോറൽ റീസണിങ്ങിൻ്റെ ലെവൽസാണ്. മോറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധാർമ്മികത എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അറ്റ് ദ പ്രീ കൺവെൻഷണൽ ലെവൽ ഓഫ് കോൾബർഗ്സ് തിയറി, മോറൽ റീസണിങ് ഇസ് ബേസ്ഡ് ഓൺ. കോൾബർഗിൻ്റെ 3 ലെവലുകൾ പറഞ്ഞു: പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. അതിൽ പ്രീ കൺവെൻഷണൽ ലെവലിൽ നമ്മളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എന്ത് ധാർമ്മിക മൂല്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റേജിൽ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ആണ്. റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് നമ്മൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് കണ്ടിരുന്നു. സിമിലർ ടു ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. എന്ത് റിവാർഡ് കിട്ടും അല്ലെങ്കിൽ എന്ത് പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള പോലെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. അറ്റ് ദിസ് ലെവൽ കോമൺ ഇൻ ചിൽഡ്രൻ, കുട്ടികളിലാണ് ഈ ലെവൽ പൊതുവെ കാണപ്പെടുന്നത്. ആ ഒരു മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യകാല സ്റ്റേജാണിത്. മോറൽ റീസണിങ് ഇസ് സെൽഫ് സെൻറ്റേർഡ്. അവരെ ചുറ്റിപ്പറ്റി തന്നെയുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് ബേസ്ഡ് ഓൺ അവോയ്ഡിങ് പണിഷ്മെൻറ്റ് ഓർ ഗെയിനിങ് റിവാർഡ്സ്. ഇപ്പോൾ കള്ളം പറഞ്ഞാൽ അടി കിട്ടുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് അവർ കള്ളം പറയാതിരിക്കും. അല്ലെ സത്യം പറഞ്ഞാൽ മുട്ടായി കിട്ടും എന്നറിഞ്ഞാൽ അതുകൊണ്ട് അവർ സത്യം പറയും. സോ കിട്ടുന്ന റിവാർഡ്സ് അല്ലെങ്കിൽ ശിക്ഷ അനുസരിച്ചായിരിക്കും അവരുടെ പെരുമാറ്റം. Which level of Kohlberg's theory involves principles of justice and human rights? നീതിയും മനുഷ്യാവകാശങ്ങളും ഏത് ലെവലിൽ ഇൻവോൾവ് ആണ്? ഒരു ഹയസ്റ്റ് ലെവലാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അത് പോസ്റ്റ് കൺവെൻഷണൽ ലെവലിലാണ് വരുന്നത്. പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ഹയസ്റ്റ് ലെവൽ ഓഫ് മോറൽ റീസണിങ് ആണ്. ജസ്റ്റ് സമൂഹത്തിൽ എന്ത് നിയമമുണ്ടോ ഓക്കെ നമുക്കത് ഫോളോ ചെയ്തേക്കാം എന്ന ഒരു ചിന്തയ്ക്കുപരിയായിട്ട് യൂണിവേഴ്സലായിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, ഹ്യൂമൻ റൈറ്റ്സ്, ജസ്റ്റിസിനെ പറ്റിയുള്ള ബോധം, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ ചിന്താ തലങ്ങളിലാണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അതാണ് പോസ്റ്റ് കൺവെൻഷണൽ. ഓൾദോ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് ചിലപ്പം എതിരായിന്ന് വരാം, എങ്കിൽ കൂടി അവരെന്താണ് ഹയസ്റ്റ് ആയിട്ടുള്ളൊരു എത്തിക്സ്, ഒരു ഹ്യൂമൻ ജസ്റ്റിസിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ നിയമത്തിന് ഇപ്പം പല നാടുകളിലും നിയമത്തിനെതിരാണ് ഈ ട്രാൻസ്ജെൻഡർ അവരെ അംഗീകരിക്കുന്ന അവരുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സമയത്തും ഒരുപാട് ആക്ടിവിസ്റ്റുകൾ മുന്നോട്ട് വന്നു അവരുടെ മനുഷ്യാവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഓൾദോ അത് നിയമത്തിനെതിരായിരുന്നിട്ട് കൂടി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് കൺവെൻഷനലിൽ വരുന്നത്. The fight or flight response to stress is controlled by. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു
എക്സ്ട്രീം സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളെ പട്ടി കടിക്കാൻ പോവുകയാണെന്ന് നമ്മൾ അറിയുന്ന ആ ഒരു സെക്കൻഡിൽ ഓടണോ ഫൈറ്റ് ചെയ്യണോ എന്താണ് ചെയ്യേണ്ടത്, നമ്മളവിടെ ഇരുന്ന് ആലോചിച്ചൊന്നും അല്ല ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു സെക്കൻഡ് പോലും എടുക്കാതെയാണ് നമ്മളവിടെ തീരുമാനം എടുക്കുന്നത്. അങ്ങനത്തെ റെസ്പോൺസുകളെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടുക, എന്തെങ്കിലും ചെയ്യുക, പക്ഷേ അപ്പം തന്നെ തീരുമാനം എടുക്കണം. അതിനെ നമ്മളുടെ ബോഡിയിൽ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഏത് സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദ്യം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് നമ്മളെ എമർജൻസീസിന് വേണ്ടി നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, അതുപോലെ അഡ്രിനാലിൻ പെട്ടെന്ന് റിലീസാകും. ഓക്കെ, ഇതിനെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഭയങ്കര ക്വിക്കായിട്ടുള്ള ഫിസിക്കൽ റിയാക്ഷൻസ്. ഇപ്പം നിങ്ങൾ എന്താണ് ഒരു അടുപ്പത്ത് എന്തെങ്കിലും ചൂടുള്ളൊരു സാധനത്തെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടല്ലല്ലോ കൈ വലിക്കുന്നത്, നിങ്ങൾക്ക് ആലോചിക്കുക പോലും വേണ്ട, അതിന് മുന്നേ നിങ്ങൾ കൈ വലിച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്, എമർജൻസീസിൽ നിങ്ങളെ പ്രിപ്പയർ ആക്കുന്നതാണ്. വിച്ച് സൈക്കോളജിസ്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, നമ്മൾ പറഞ്ഞിരുന്നു ആരുടെയാണ് എന്താണെന്നൊക്കെ. സ്കിന്നറിൻ്റെ അല്ലായിരുന്നു ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാണ്? പാവ്ലോയുടെയാണ്. പാവ്ലോൻ്റെ ഫുൾ പേര് ഇവാൻ പാവ്ലോ എന്നാണ്. പട്ടികളിലൂടെയാണ് പുള്ളി ആ എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അതായത് ഒരു പട്ടിക്ക് തീറ്റ കൊടുക്കുന്നതിന് മുന്നേ ആദ്യം ഈ പുള്ളി മണിയടിക്കും. ഓക്കെ, അങ്ങനെ മണിയടിക്കും, ഭക്ഷണം കൊടുക്കും, മണിയടിക്കും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരുപാട് വട്ടം ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പട്ടിക്ക് മനസ്സിലായി, ഓക്കെ മണി അടി വന്നിട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ ഫുഡ് കിട്ടുന്നു. അപ്പം പട്ടിയുടെ വായിൽ വെള്ളം വരാൻ തുടങ്ങും. അതെന്താണ്, ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. കുറേ നാൾ ഈ ബെല്ല് കേട്ടൊക്കെ ബെല്ലും ഫുഡും അസോസിയേറ്റഡ് ആണെന്നുള്ളൊരു കണ്ടീഷനിങ് ആയത് പട്ടിയുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ ആ പട്ടി അതനുസരിച്ചിട്ട് അതിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. അതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇവാൻ പാവ്ലോസ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് എ ഡോഗ് ഡെമോൺസ്ട്രേറ്റഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വെയർ ന്യൂട്രൽ സ്റ്റിമുലസ്, ന്യൂട്രലായിട്ടുള്ള, ആദ്യം ബെല്ലും ഫുഡും തമ്മിൽ ഒരു ബന്ധമില്ലാതെ ന്യൂട്രലായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ബിക്കെയിം അസോസിയേറ്റഡ് വിത്ത് ഫുഡ് കോസിങ് സലൈവേഷൻ, വായിൽ വെള്ളം വരാൻ തുടങ്ങി പട്ടിക്ക്. അതിനെയാണ് പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 35+ ടോപ്പിക്സ്, വളരെ കോറായിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇന്ന് കവർ ചെയ്തു. നമുക്ക് പറ്റുമെങ്കിൽ ഒരു നെക്സ്റ്റ് MCQ ലെക്ചറും കൂടി പ്ലാൻ ചെയ്യാം, നെക്സ്റ്റ് വേറെ ഒരു 35 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിൽ. സോ താങ്ക് യു സോ മച്ച്.